Hi all. Next topic is stability of control system. നമുക്ക് തേർഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി എൻ്റെ കൺസെപ്റ്റ്. സ്റ്റെബിലിറ്റി ഒരു നമ്മൾ ഫീഡ്ബാക്ക് ഉള്ള സിസ്റ്റത്തിൽ സ്റ്റെബിലിറ്റി എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നത്, പിന്നെ റൂത്ത് ഹാർവിറ്റ്സ് ക്രൈറ്റീരിയൻ വെച്ച് സ്റ്റെബിലിറ്റി എങ്ങനെ ചെക്ക് ചെയ്യുന്നത്, ഇങ്ങനെ 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ദെൻ റൂട്ട് ലോക്കസ് ടെക്നിക്കാണ് ഫോർത്ത് മൊഡ്യൂളിൽ. നമുക്ക് റൂട്ട് ലോക്കസ് കൺസ്ട്രക്ഷനും സ്റ്റെബിലിറ്റി അനാലിസിസും ആണ്. അപ്പം ആദ്യം സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ദ ടേം സ്റ്റെബിലിറ്റി റെഫേഴ്സ് ടു സ്റ്റേബിൾ വർക്കിംഗ് കണ്ടീഷൻ ഓഫ് എ കൺട്രോൾ സിസ്റ്റം. നമ്മൾ അത് തന്നെ മീനിങ്. കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഒരു കൺട്രോൾ സിസ്റ്റം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ സ്റ്റേബിൾ വർക്കിംഗ് കണ്ടീഷനെയാണ് നമ്മൾ സ്റ്റെബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. എവറി വർക്കിംഗ് സിസ്റ്റം ഈസ് ഡിസൈൻ ടു ബി സ്റ്റേബിൾ. അപ്പം നമുക്ക് ഓപ്പൺ ലൂപ്പും ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൻ്റെയും ഡിഫറൻസസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ഈസ് മോർ സ്റ്റേബിൾ കമ്പയർഡ് ടു ക്ലോസ്ഡ് ലൂപ്പ്. ദെൻ ക്ലോസ് ലൂപ്പ് വരുമ്പോൾ എങ്ങനെയാണ് അത് സ്റ്റെബിലിറ്റി പ്രോബ്ലം വരുന്നതെന്നാണ് നമ്മൾ അനാലിസിസ് കൂടുതലും വരുന്നത്. അപ്പം ഇൻ എ സ്റ്റേബിൾ സിസ്റ്റം ദ റെസ്പോൺസ് ഓർ ഔട്ട്പുട്ട് ഇസ് പ്രെഡിക്റ്റബിൾ, finite and stable for a given input. അപ്പം the different definitions of stability are the following. First one, a system is stable if its output is bounded for any bounded input. ബിബോ സ്റ്റെബിലിറ്റി എന്നാണ് പറയുന്നത്. ബൗണ്ടഡ് ഇൻപുട്ടിന് ബൗണ്ടഡ് ഔട്ട്പുട്ട് തരുന്നു. ബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് ഇൻപുട്ട്സ് കൊടുത്താൽ ഫൈനൈറ്റ് നമുക്ക് മെഷറബിൾ ഔട്ട്പുട്ട് ആണെങ്കിൽ സിസ്റ്റം ഈസ് സ്റ്റേബിൾ. System is asymptotically stable if in the absence of input the output tends to 0. അതായത് ഇനിഷ്യൽ കണ്ടീഷൻസ് ആ സിസ്റ്റത്തിൻ്റെ എങ്ങനെയാണെന്നൊന്നും ചെക്ക് ചെയ്യുന്നില്ല. ആബ്സെൻസ് ഓഫ് ഇൻപുട്ട് ഇല്ലാത്ത സാഹചര്യത്തിൽ ഔട്ട്പുട്ട് 0യിലേക്ക് അടുക്കണം, 0 ആയിരിക്കണം. അതായത് ഇൻപുട്ട് ഇല്ലാത്തപ്പം ഔട്ട്പുട്ട് തരാൻ പാടില്ല. അതിനാണ് അസിംപ്റ്റോട്ടിക് സ്റ്റേബിൾ എന്ന് പറയുന്നത്. സിസ്റ്റം ഈസ് സ്റ്റേബിൾ ഇഫ് ഫോർ എ ബൗണ്ടഡ് ഡിസ്റ്റർബിംഗ് ഇൻപുട്ട് സിഗ്നൽ ഔട്ട്പുട്ട് വാനിഷസ് അൾട്ടിമേറ്റ്ലി ആസ് ടി അപ്രോച്ചസ് ഇൻഫിനിറ്റി. അതുപോലെ സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ ഇഫ് ഫോർ എ ബൗണ്ടഡ് ഡിസ്റ്റർബിംഗ് ഇൻപുട്ട് സിഗ്നൽ ദ ഔട്ട്പുട്ട് ഇസ് ഇൻഫിനിറ്റ് ആംപ്ലിറ്റ്യൂഡ് ഓർ ഓസിലേറ്ററി. അതായത് ഡിസ്റ്റർബിംഗ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരു പ്രോപ്പർ ഇൻപുട്ട് ബൗണ്ടഡ് ഇൻപുട്ട് കൊടുക്കാതെ ഒരു ഡിസ്റ്റർബിംഗ് ഇൻപുട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് ഇൻഫിനിറ്റിയിലേക്ക് പോകരുത്, അല്ലെങ്കിൽ നമുക്ക് ഓസിലേഷൻസ് തരരുത്. അങ്ങനെയാണെങ്കിൽ അത് അൺസ്റ്റേബിളാണ്. അപ്പം ഒരു ഡിസ്റ്റർബിംഗ് ഇൻപുട്ട് ഡിസ്റ്റർബൻസ് വരുമ്പം അതിനെ ആംപ്ലിഫൈ ചെയ്തൊരു ഔട്ട്പുട്ട് തരുന്നതാണെങ്കിൽ അത് അൺസ്റ്റേബിൾ. For a bounded input signal, if the output has a constant amplitude oscillations, then the system may be stable or unstable under some limited constraints. Such a system is called limitedly stable. If a system output is stable for all variations of its parameters, then it is absolutely stable system. If a system output is stable for a limited range of variation, then it is conditionally stable system. അപ്പം ദെൻ ഇമ്പൾസ് റെസ്പോൺസ് ആണ് പറയുന്നത്. ഇമ്പൾസ് റെസ്പോൺസ് നമ്മൾ പറഞ്ഞിരുന്നു. ഒരു സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന റെസ്പോൺസിനെയാണ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ആ റെസ്പോൺസ് എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത് സിസ്റ്റം തന്നെയാണ്, സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നെയാണ്. സോ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദറ്റ് ഈസ് നമുക്ക് ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് എ സിസ്റ്റം തന്നാൽ സിസ്റ്റത്തിൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇമ്പൾസ് റെസ്പോൺസ് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും കൺസിഡർ ചെയ്യുന്നത്. ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം തന്നെയാണ്. ദെൻ ലൊക്കേഷൻ ഓഫ് പോൾസ് ഓൺ എക്സ്പ്ലെയിൻ ഫോർ സ്റ്റെബിലിറ്റി. ഇനി ഓരോ പോൾസ് എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, നമ്മളൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റത്തിനാണ് നമുക്ക് ഈ സ്റ്റെബിലിറ്റി പ്രോബ്ലം വരുന്നത്. ക്ലോസ്ഡ് ലൂപ്പ് ആകുമ്പോൾ എന്താണ്, നമ്മുടെ ഔട്ട്പുട്ടിനെ ഫീഡ്ബാക്ക് എലമെൻറ്റ് വഴി അല്ലെങ്കിൽ ഒരു സെൻസർ വഴി സെൻസ് ചെയ്ത് ഫീഡ്ബാക്ക് ചെയ്യും. അപ്പോഴാണ് ഒരു അൺസ്റ്റേബിൾ എന്ന് പറയുന്നൊരു പ്രോബ്ലം വരുന്നത്. അപ്പോൾ ഒരു ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതി. CS/RS എന്ന് പറഞ്ഞ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ G/1 + GS ഇൻറ്റു H ആണ്. G/1 + GS Hs ആണ്.
ട്രാൻസ്ഫർ ഫംഗ്ഷൻ ക്ലോസ്ഡ് ലൂപ്പിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ പോളിനോമിയൽ ഈക്വൽ ടു 0 എന്ന് പറയുന്നതിനാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് പോൾസ് ഓഫ് ദ സിസ്റ്റമാണ്. പോൾസിൻ്റെ ലൊക്കേഷൻ അനുസരിച്ചിട്ടാണ് നമ്മുടെ സിസ്റ്റം സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്ന് പറയുന്നത്. അതായത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, അതായത് 1 + GSHS = 0 ആണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അതിൻ്റെ റൂട്ട്സിനെ നമ്മൾ പോളെന്നാണ് വിളിക്കുന്നത്. പോൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എസ് പ്ലെയിനിൽ എന്നനുസരിച്ചാണ് സിസ്റ്റം സ്റ്റെബിലിറ്റി പറയുന്നത്. ഇനി അതെങ്ങനെയാണ് വേരിയേഷൻ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ഇവിടെ M(s) എന്ന് പറയുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുത്തിട്ടുണ്ട്. റേഷ്യോ ഓഫ് 2 പോളിനോമിയലാണ്. ന്യൂമറേറ്റർ പോളിനോമിയലിൽ സീറോസും ഡിനോമിനേറ്റർ പോളിനോമിയലിൻ്റെ റൂട്ട്സിനെ പോൾസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഫോർ ബിബോ സ്റ്റെബിലിറ്റി ദ ഇൻ്റഗ്രൽ ഓഫ് ഇമ്പൾസ് റെസ്പോൺസ് ഷുഡ് ബി ഫൈനൈറ്റ്, which implies that the impulse response should be finite as t tending to infinity. അപ്പം നമുക്ക് നോക്കാം. M(s) എന്ന് പറയുന്ന ഒരു സിസ്റ്റം ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ക്ലോസ്ഡ് ലൂപ്പ്. അതിൻ്റെ ന്യൂമറേറ്റർ 0യും ഡിനോമിനേറ്റർ പോളിനോമിയലിൻ്റെ റൂട്ട്സ് പോളുമാണ്. അപ്പം ഇവിടെ അതിൻ്റെ പോൾസിനെ പാർഷ്യൽ ഫ്രാക്ഷനൊക്കെ ചെയ്തിട്ട് പോളിൻ്റെ എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ട്. ഇത്രയും നമ്പർ ഓഫ് പോൾസ് ആണുള്ളത്. S = -P1 ഒരു പോള്, S = -P2, S = -P3, അങ്ങനെ S = -Pn n നമ്പർ ഓഫ് പോൾസ് ആണുള്ളത് സിസ്റ്റത്തിൽ. നമുക്ക് പ്രോബ്ലം വെച്ച് പഠിക്കുന്ന എളുപ്പം. ഇവിടെ എൻ്റെ ലൊക്കേഷൻ അനുസരിച്ചിട്ട് എന്ത് വേരിയേഷൻ ആണെന്ന് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് M(s) = a/s + a എന്നാണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? a/s + a എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ A is a constant. ദെൻ 1/s + a മീൻസ് ഇതിനകത്ത് നോക്കിയേ, ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ M(s)ൽ ന്യൂമറേറ്ററിൽ പോളിനോമിയൽ ഒന്നുമില്ല, ഒരു കോൺസ്റ്റൻറ്റ് മാത്രമേ ഉള്ളൂ. ഡിനോമിനേറ്റർ പോളിനോമിയൽ s + a ആണ്. അതിൻ്റെ റൂട്ട് എത്ര ആയിരിക്കും? s + a. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിനോമിനേറ്റർ പോളിനോമിയൽ ഈക്വൽ ടു 0, s + a = 0, ദാറ്റ് ഈസ് s = -a. അപ്പം s = -aയിൽ ഒരു പോളെന്നാണ് അതിൻ്റെ മീനിങ്. ദാറ്റ് ഈസ് റൂട്ട് ഓൺ നെഗറ്റീവ് റിയൽ ആക്സിസ്. അതായത് നമ്മൾ ഇത് കണ്ടോ, സിഗ്മ jω പ്ലെയിൻ വരയ്ക്കുന്നു, അതിനെയാണ് എസ് പ്ലെയിൻ എന്ന് പറയുന്നത്. എസ് പ്ലെയിനിൽ എവിടെയാണ് ഇരിക്കുന്നത്? s = -aയിൽ ഒരു പോള്. s = -aയിൽ ഒരു പോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് എവിടെയാണ്? റിയൽ ആക്സിസിൻ്റെ നെഗറ്റീവ് സൈഡിലാണ്. റൂട്ട് ഓൺ നെഗറ്റീവ് റിയൽ ആക്സിസ്. ഇനി നമ്മൾ ഇതിൻ്റെ ടൈം റെസ്പോൺസ് എടുക്കുന്നു. ദാറ്റ് ഈസ് M(s) എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, അതല്ലെങ്കിൽ ഇമ്പൾസ് റെസ്പോൺസ്. ഞാൻ പറഞ്ഞു ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നെയാണ്. ദെൻ നമ്മൾ അതിൻ്റെ റെസ്പോൺസ് എടുക്കുന്നു. ദാറ്റ് ഈസ് ലാപ്ലേസ് ഡൊമെയിനിലാണ് a/s + a. ദെൻ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് a/s + a എന്ന് പറയുന്നത് ക്യാപിറ്റൽ A × 1/s + a യുടെ ലാപ്ലേസ് e⁻⁻at. ഇതിന് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ ഫംഗ്ഷൻ M(t) എങ്ങനെ പ്ലോട്ട് ചെയ്യാം വേഴ്സസ് ടി വേരി ചെയ്യുന്നതിനനുസരിച്ച് എങ്ങനെ വേരി ചെയ്യും? a is a constant. അപ്പോൾ a എന്നായിരിക്കും തുടങ്ങുക. a എങ്ങനെ തുടങ്ങും? e⁻⁻⁻ എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് ആയിട്ടുള്ളൊരു സിഗ്നലാണ് വരുന്നത്, എക്സ്പോണൻഷ്യലി ഡീക്കേയിങ്. അപ്പോൾ എന്താ ഈ സിസ്റ്റം എന്ന് പറയുന്നത്? എന്താ ഇമ്പൾസ് റെസ്പോൺസ് എങ്ങനെയാണ്? എക്സ്പോണൻഷ്യലി ഡീക്കേ ചെയ്ത് വരുവാണ്. ദാറ്റ് ഈസ് t tending to infinity. അത് ചെറുതായി 0യിലേക്ക് അടുക്കുകയാണ്. സോ ഒരു ബൗണ്ടഡ് ഇൻപുട്ടിൽ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത് എന്താ? എക്സ്പോണൻഷ്യലി ഡീക്കേയിങ്. സോ ഇറ്റ് ഈസ് എ സ്റ്റേബിൾ സിസ്റ്റം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതിൻ്റെ ഇൻഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ പോള് ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലാണ്. സോ എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് ആയിട്ട് കിട്ടി, സിസ്റ്റം ഈസ് സ്റ്റേബിൾ. ഇനി നെക്സ്റ്റ് കേസ് നോക്കാം. ഇവിടെ പോൾ എന്ന് പറയുന്നത് M(s) = a/s - a ആണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. പോൾ എന്ന് പറയുന്നത് ഏതാ? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ s - a which is equal to 0. അതിൻ്റെ റൂട്ട് എത്ര? s = a. ക്ലിയർ ആയോ? അപ്പം s = aയിലാണ് പോൾ ഇരിക്കുന്നത്. a എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവ് റിയൽ ആക്സിസ് ആണ്. റൂട്ട് ഓൺ പോസിറ്റീവ് റിയൽ ആക്സിസ്, പോസിറ്റീവ് ആക്സിസിലായിരിക്കുന്നത്. സോ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത് എങ്ങനെ ഇരിക്കും? നമ്മൾ എന്ത് ചെയ്യണം? ഈ ലാപ്ലേസ് ഡൊമെയിനിലുള്ളതിനെ ഇൻവേഴ്സ് എടുക്കുക. ദാറ്റ് ഈസ് a കോൺസ്റ്റൻറ്റ് 1/s - a യുടെ ലാപ്ലേസ് e⁻⁻at.
ഇറ്റ് ഈസ് എക്സ്പോണൻഷ്യലി ഇൻക്രീസിങ് സിഗ്നലാണ്. സോ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, എക്സ്പോണൻഷ്യലായിട്ട് കൂടി കൂടി ഇൻഫിനിറ്റിയിലേക്ക് പോവാണ്. ടൈം ഇൻഫിനിറ്റിയിലേക്ക് പോകുന്തോറും ഇത് ഹ്യൂജ് വാല്യൂ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. മനസ്സിലായോ? എക്സ്പോണൻഷ്യലി ഇൻക്രീസിങ് ആണ്. സോ ബൗണ്ടഡ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് അല്ല കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് എൻ അൺസ്റ്റേബിൾ സിസ്റ്റം. എക്സ്പോണൻഷ്യലി ഇൻക്രീസിങ് എന്ന് പറയുന്നത് ഒരു അൺസ്റ്റേബിൾ സിസ്റ്റമാണ്. സോ പോസിറ്റീവ് റിയൽ ആക്സിസ് എക്സ്പ്ലെയിനിൻ്റെ റൈറ്റ് സൈഡിലാണ് പോളിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എൻ അൺസ്റ്റേബിൾ സിസ്റ്റം. ഇനി അടുത്തതെന്ന് പറയുന്നത് എം ഓഫ് എസ് ഇസ് ഈക്വൽ ടു എ ബൈ എസ് പ്ലസ് എ പ്ലസ് ജെ ബി കോംപ്ലക്സ് റൂട്ടാണ്. അതുപോലെ എ കോംപ്ലിമെൻറ്റ് ഡിവൈഡ് ബൈ എസ് പ്ലസ് എ മൈനസ് ജെ ബി, അതായത് കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട്സ് ഉള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, ഒരു ഇമ്പൾസ് റെസ്പോൺസാണ് തന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് എന്താ? എസ് പ്ലസ് എ പ്ലസ് ജെ ബി ഈക്വൽ ടു 0, ദാറ്റ് ഇസ് എസ് ഇസ് ഈക്വൽ ടു മൈനസ് എ മൈനസ് ജെ ബിയിലൊരു റൂട്ട്, എസ് ഇസ് ഈക്വൽ ടു മൈനസ് എ പ്ലസ് ജെ ബിയിലൊരു റൂട്ട്. ഇറ്റ് മീൻസ് മൈനസ് എ പ്ലസ് ഓർ മൈനസ് ജെ ബിയിൽ 2 റൂട്ട്സ് ഉണ്ട്, S1 ആൻഡ് S2. മൈനസ് എ പ്ലസ് ഓർ എപ്പോഴും കോംപ്ലക്സ് റൂട്ട്സ് പെയേഴ്സ് ആയിട്ടായിരിക്കും ഉണ്ടാകുക, കോൺജുഗേറ്റ് പെയർ ആയിരിക്കും. സോ മൈനസ് എ സിഗ്മ ജെ ഒമേഗ പ്ലെയിനിൽ മൈനസ് എ എന്ന് പറയുന്നത് ഇതുപോലെ ലെഫ്റ്റ് സൈഡ് വരും, മൈനസ് എ പ്ലസ് ജെ ബി മേളിലും ഇതാണ് ജെ ഒമേഗ പ്ലെയിൻ, പ്ലസ് ജെ ബി ആൻഡ് മൈനസ് ജെ ബി, അങ്ങനെയാണ് വരുന്നത്. എ ബൈ എസ് പ്ലസ് എ പ്ലസ് ജെ ബി, എ കോംപ്ലിമെൻറ്റ് ബൈ എസ് പ്ലസ് എ മൈനസ് ജെ ബി. സോ നമ്മൾ ഇതിനെന്ത് ചെയ്യുന്നു? എം ഓഫ് എസ് ആണ് നമ്മൾ എഴുതി. ഇനി ലാപ്ലേസ് ഇൻവേഴ്സ് എടുക്കുന്നു. അപ്പം എ ബൈ എസ് പ്ലസ് എ പ്ലസ് ജെ ബിനെ എന്തെഴുതാം? എ ഇൻറ്റു എന്തെഴുതാം? എസ് പ്ലസ് എ 1 ബൈ എസ് പ്ലസ് എ. 1 ബൈ എസ് പ്ലസ് എ എന്ന് പറഞ്ഞാൽ എന്താ? ഇ റേസ് ടു മൈനസ് എ ടി, ഇ റേസ് ടു മൈനസ് എ പ്ലസ് ജെ ബി ഇൻറ്റു ടി, ഇ റേസ് ടു മൈനസ് എ പ്ലസ് ജെ ബി ഇൻറ്റു ടി. ഇവിടെ വരുമ്പോൾ കോംപ്ലിമെൻറ്റിൻ്റെ ഇ റേസ് ടു മൈനസ് ഓഫ് എ മൈനസ് ജെ ബി ഇൻറ്റു ടി. ഇനി നമ്മൾ ഇതിനകത്ത് നിന്ന് ഇ റേസ് ടു മൈനസ് ജെ ബീറ്റയുടെ എക്സ്പ്രഷൻ എഴുതി സോൾവ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇ റേസ് ടു മൈനസ് എ 2a ഇ റേസ് ടു മൈനസ് എ ടി കോസ് ബി ടി എന്ന് കിട്ടും. 2a ഇ റേസ് ടു മൈനസ് എ ടി സൈൻ ബി ടി പ്ലസ് 90 എന്നതിനെ എഴുതാം. സോ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? സൈനാണ് വേവ് ഫോം, ബട്ട് എന്താ? എക്സ്പൊണൻഷ്യലി ഡീക്കേയിങ് സൈനാണ്. ഇപ്പോൾ സൈനാണ് സംഭവം, പക്ഷേ ഇത് എക്സ്പൊണൻഷ്യലി ഡീക്കേ ചെയ്യണം. അപ്പോൾ രണ്ടിൻ്റെ എഫക്റ്റ് വരും. എക്സ്പൊണൻഷ്യലിൻ്റെ എഫക്റ്റ്, ഡീക്കേയിങ് സിഗ്നലിൻ്റെ എഫക്റ്റും സൈനിൻ്റെ എഫക്റ്റും വരും. സോ ഇമ്പൾസ് റെസ്പോൺസ് ഈസ് ഡാംപ്ഡ് സിനുസോയിഡൽ ഓസിലേഷൻ സ്റ്റേബിൾ സിസ്റ്റം. എന്താ? ടി ടെൻഡിങ് ടു ഇൻഫിനിറ്റി, ഇത് 0യിലേക്ക് അടുക്കുകയാണ്. സോ ഇറ്റ് ഇസ് എ സ്റ്റേബിൾ സിസ്റ്റം. അപ്പം നമുക്ക് ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ്റെ ലെഫ്റ്റ് ഹാഫിൽ ആണ് നമ്മുടെ പോൾസ് എല്ലാം ഇരിക്കുന്നത്. കോംപ്ലക്സ് കോൺജുഗേറ്റ് പെയർ ആണെങ്കിലും സിസ്റ്റം ഈസ് സ്റ്റേബിൾ. ദെൻ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ അടുത്ത റൂട്ട് നോക്കുക. നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ്. ദറ്റ് ഈസ് എ ബൈ എസ് മൈനസ് എ പ്ലസ് ജെ ബി എന്ന് പറഞ്ഞാൽ എസ് ഇസ് ഈക്വൽ ടു എവിടെ? എ പ്ലസ് ഓർ മൈനസ് ജെ ബിയിലാണ് പോള്. അതായത് എസ് ഹാഫിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈഡിലാണ് പോളിരിക്കുന്നത്. അപ്പം പ്ലസ് എ പ്ലസ് ജെ ബിയിലും എ മൈനസ് ജെ ബിയിലുമാണ്. ദാറ്റ് ഈസ് ഇത് എസ് പ്ലെയിൻ്റെ റൈറ്റ് ഹാഫിലാണ് കോൺജുഗേറ്റ് റൂട്ട്സ് ഉള്ളത്. ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് എടുത്ത് നോക്കുമ്പം 2a ഇ റേസ് ടു എ ടി സൈൻ ബി ടി പ്ലസ് 90 തന്നെ, പക്ഷേ ഇ റേസ് ടു എ ടി ആണ്. എക്സ്പൊണൻഷ്യലി ഇൻക്രീസിങ് സിനുസോയിഡൽ ഫങ്ഷനായിട്ടാണ് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. സോ എക്സ്പൊണൻഷ്യലി ഇൻക്രീസ് ചെയ്യുന്നു. ഏതാ? സിനുസോയിഡൽ വേവാണ്. എക്സ്പൊണൻഷ്യലി കൂടി 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 വരും. ടൈം ഇൻഫിനിറ്റിയിലോട്ട് പോകും തോറും ഇത് വലുതായി വരുവാണ്. It is not bounded output അല്ല. So it is an unstable system. Impulse response is exponentially increasing, sinusoidally exponentially increasing ആണ്. ടൈമിനനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് കൂടി കൂടി വരുവാണ്. സോ ഇറ്റ് ഈസ് എന്താ? അൺസ്റ്റേബിൾ. ഇതെന്ത് മനസ്സിലാക്കാം? റൈറ്റ് ഹാഫിലാണ് പോൾ വന്നാൽ സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ.
ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് എ ബൈ എസ് പ്ലസ് ജെ ബി പ്ലസ് എ കോംപ്ലിമെൻറ്റ് എസ് മൈനസ് ജെ ബി, അതായത് കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട്സ് ഓൺ ജെ ഒമേഗ ആക്സിസ്. ജെ ഒമേഗ ആക്സിസിലാണ് റൂട്ട്. ദറ്റ് ഇസ് എസ് പ്ലസ് ജെ ബി എന്ന് പറഞ്ഞാൽ എസ് ഇസ് ഈക്വൽ ടു മൈനസ് ജെ ബിയിലൊരു റൂട്ട്, എസ് മൈനസ് ജെ ബി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എസ് ഇസ് ഈക്വൽ ടു ജെ ബിയിലൊരു റൂട്ട്. അതായത് പ്ലസ് ഓർ മൈനസ് ജെ ബിയിലാണ് രണ്ട് റൂട്ട്സ് ഉള്ളത്. പ്ലസ് ജെ ബിയിൽ ജെ ഒമേഗ പ്ലെയിനിൽ പ്ലസ് ജെ ബിയിലൊരെണ്ണം മൈനസ് ജെ ബിയിലൊരെണ്ണം. കോംപ്ലക്സ് കോൺജുഗേറ്റ് പെയേഴ്സ് ഓൺ ജെ ഒമേഗ ആക്സിസ് ഓർ ഇമാജിനറി ആക്സിസ്. ഇനി ഇതിൻ്റെ ലാപ്ലേസ് ഇൻവേഴ്സ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇ റേസ് ടു മൈനസ് ജെ ബി ഇൻറ്റു ടിയും ഇ റേസ് ടു പ്ലസ് ജെ ബി ഇൻറ്റു ടിയും കിട്ടും. അപ്പം ഈ സിഗ്നലിനെ രണ്ടിനെയും കൂടെ കോൺസ്റ്റൻ്റ് പുറത്തെടുത്ത് കഴിഞ്ഞ് ബാക്കി കിട്ടുന്നത് കോസ് ബി ടി എന്ന് കിട്ടും. ദറ്റ് ഈസ് 2a സൈൻ ബി ടി പ്ലസ് 90. അതായത് ഒരു കോൺസ്റ്റൻറ്റ് 2a അകത്ത് നിൽക്കും എന്താ സൈൻ ബീറ്റ ടി പ്ലസ് 90. ഇത് ഡാമ്പ് ചെയ്യാത്ത കണ്ടിന്യൂസ് ഓസിലേഷൻസ് ഇങ്ങനെ ടൈമിനനുസരിച്ച് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഓസിലേറ്ററിയാണ്. സിസ്റ്റം ഈസ് മാർജിനലി സ്റ്റേബിൾ. അപ്പോൾ എന്താ നമുക്കറിയണ്ടേ? കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട്സ് ഓൺ ജെ ഒമേഗ ആക്സിസ് ആണെങ്കിൽ സിസ്റ്റം ഈസ് മാർജിനലി സ്റ്റേബിൾ. ആ ഒരു ഇൻഫറൻസ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് എപ്പോഴും ഈ ടൈം റെസ്പോൺസ് വരച്ചിട്ട് നോക്കാൻ പറ്റില്ല. ഈ ലൊക്കേഷൻ ഓഫ് പോൾ എവിടെയാണെന്നനുസരിച്ച് നമ്മൾ ഇത് സ്റ്റേബിളാണോ അൺസ്റ്റേബിളാണോ എന്ന് തീരുമാനിക്കേണ്ടി വരും. റൂട്ട് ലോക്കസ് ഒക്കെ വരയ്ക്കുന്നത് പോളിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ടാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ അടുത്ത ഫംഗ്ഷൻ എ ബൈ എസ് പ്ലസ് ജെ ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബൈ എസ് മൈനസ് ജെ ബി ദ ഹോൾ സ്ക്വയർ. ഇവിടെ എന്താ വ്യത്യാസത? മൈനസ് ജെ ബിയിൽ 2 റൂട്ട് പ്ലസ് ജെ ബിയിലും 2 റൂട്ട്. അതായത് നേരത്തെ തൊട്ട് മുന്നേ വരച്ച പോലെ തന്നെ, പക്ഷേ കോംപ്ലക്സ് കോൺജുഗേറ്റ് പെയറാണ്. പ്ലസ് ഓർ മൈനസ് ജെ ബിയിലാണ്, പക്ഷേ 2 സെറ്റ് റൂട്ട്സ് ഉണ്ട്, 2 റൂട്ട്സ് വെച്ചിട്ടുണ്ട്. പ്ലസ് ജെ ബിയിൽ 2 മൈനസ് ജെ ബിയിൽ 2, ഡബിൾ പെയർ ഓഫ് റൂട്ട്സ് ഓൺ ഇമാജിനറി ആക്സിസ്. സിസ്റ്റം എന്ത് കിട്ടും? എ ബൈ എസ് പ്ലസ് ജെ ബി ദ ഹോൾ സ്ക്വയറിൻ്റെത് ഇ റേസ് ടു മൈനസ് ജെ ബി ടി പ്ലസ് ടി ഇ റേസ് ടു മൈനസ് ജെ ബി ടി. ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തുകൊണ്ടാണ് വന്നത്? എ ബൈ എസ് സ്ക്വയർ എന്നുള്ള ഫോമില വരുന്നത്, എസ് പ്ലസ് ജെ ബി ദ ഹോൾ സ്ക്വയർ. അത് വരുമ്പം ടി ആണ്, ടി ഇൻറ്റു എന്നാണ് ഫംഗ്ഷൻ വരേണ്ടത്. അപ്പോൾ ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ബി ടി ആണ്. അപ്പോൾ ടി എന്ന് പറഞ്ഞാൽ എന്താ? ഫംഗ്ഷൻ റാമ്പാണ്. ദാറ്റ് ഈസ് എക്സ്പോണൻഷ്യൽ ലീനിയറായിട്ട് ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസ് ചെയ്യുന്ന സിഗ്നലാണ്. ഇൻക്രീസ് ചെയ്യുമ്പം എന്താ? ഇ റേസ് ടു ജെ ബി ടി പ്ലസ് ഇ റേസ് ടു മൈനസ് ജെ ബി ടി വരും. അത് സോൾവ് ചെയ്യുമ്പോൾ കോസ് ബി ടി എന്ന് കിട്ടും. ദാറ്റ് ഈസ് 280 സൈൻ ബി ടി പ്ലസ് 90 എന്ന് കിട്ടും. അപ്പം സിനുസോയ്ഡൽ വേവ് ഫോം എന്താ? ഇൻക്രീസ് ചെയ്ത് പോവുകയാണ്, ലീനിയർലി ഇൻക്രീസിങ്. മറ്റേത് എക്സ്പോണൻഷ്യലി ഇൻക്രീസിങ് ആയിരുന്നു, ഇത് ലീനിയറായിട്ട് കണ്ടോ. ടി ഇൻറ്റു സൈൻ ബി ടി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ലീനിയർലി ഇൻക്രീസിങ് സൈൻസോയ്ഡൽ ഫംഗ്ഷനാണ്. സോ ഇൻക്രീസ് ചെയ്ത് പോകുന്നതൊക്കെ എന്താ? ടൈമിനനുസരിച്ച് കൂടി പോയാൽ അത് അൺസ്റ്റേബിളാണ്. ബൗണ്ടഡ് അല്ലാത്തൊരു ഔട്ട്പുട്ട് അൺസ്റ്റേബിളാണ്. സോ ഡബിൾ പെയർ ഓഫ് റൂട്ട്സ് ഓൺ ഇമാജിനറി ആക്സിസ് ഉണ്ടെങ്കിൽ, ഒരു പെയറേ ഉള്ളെങ്കിൽ മാർജിനലി സ്റ്റേബിളാണ്. 2 പെയർ വന്നു കഴിഞ്ഞാൽ, റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? ഇമാജിനറി ആക്സിസിൽ വന്നാൽ ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ. ദെൻ അടുത്തെന്ന് പറഞ്ഞാൽ എം ഓഫ് എസ് ഇക്വൽ ടു എ ബൈ എസ് ആണ്. എ ബൈ എസ് എന്ന് പറഞ്ഞാൽ ഒരു പോൾ അറ്റ് ഒറിജിൻ എന്നാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, ടൈപ്പ് നമ്പറൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു. ഒറിജിനിൽ ഒരു പോളെന്നാണ് അതിൻ്റെ മീനിങ്. ഒറിജിനിൽ ഒരു പോളെന്ന് പറഞ്ഞാൽ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് എ ബൈ എസ് എന്ന് പറഞ്ഞാൽ എ തന്നെ കോൺസ്റ്റൻറ്റ്, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം ഒറിജിനൽ സിംഗിൾ റൂട്ട് അറ്റ് ഒറിജിനിൽ ഒരൊറ്റ പോളാണുള്ളത്. ഇമ്പൾസ് റെസ്പോൺസ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ഇറ്റ് ഈസ് മാർജിനലി സ്റ്റേബിൾ സിസ്റ്റം. ഇത് മാർജിനലി സ്റ്റേബിളാണ്. ദാറ്റ് ഈസ് ടി ടെൻഡിങ് ടു ഇൻഫിനിറ്റി. എത്ര ഇൻഫിനിറ്റിയിലേക്ക് പോയാലും കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് അതിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ സ്റ്റേബിൾ സിസ്റ്റം. ഇനി നമുക്ക് ഇതുപോലെ 2 റൂട്ട്സ് എ ബൈ എസ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ വന്നാൽ 2 റൂട്ട്സ് ഒറിജിനിലുണ്ട്. സോ ഇറ്റ് ഈസ് എൻ അൺസ്റ്റേബിൾ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നമ്മൾ പറഞ്ഞിരുന്നു, ഇമാജിനറി ആക്സിസിൽ 2 സെറ്റ് സ്ക്വയർ വന്നു കഴിഞ്ഞാൽ അത് അൺസ്റ്റേബിളാണ്. ഇവിടെ നമുക്ക് 2 സെറ്റ് ഡബിൾ റൂട്ട് സെറ്റ് ഒറിജിൻ വന്നു കഴിഞ്ഞാൽ എ ഇൻറ്റു ടി എന്ന് കിട്ടും. ലാപ്ലേസ് ഇൻവേഴ്സ് എടുക്കുമ്പം എ ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലീനിയർ ഇൻക്രീസ് ചെയ്ത് പോവും. ടൈം ഇൻഫിനിറ്റിയിലെത്തിയാൽ ഇതും ഇൻഫിനിറ്റ് വാല്യൂ ആവും. സോ ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ സിസ്റ്റം.